പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഫിലോഡെൻഡ്രോൺ ചെടിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിവിടെ ഒരു മദർ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കാം. ഇത് നല്ല ഭംഗിയുള്ളത് നമ്മൾ ഇതിൻ്റെ നടുവിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം. ഇതെങ്ങനെയാണ് നടേണ്ടതെന്ന്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ഇവിടെ കൊണ്ട് കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിൽ തന്നെ ഒരു 3-4 ഷൂട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇത് ഉണ്ടാവും കേട്ടോ. നമുക്കിത് നല്ല എക്സ്പെൻസീവുള്ളൊരു ചെടിയാണിത്. പക്ഷേ നട്ടു വളർത്താൻ ഏറ്റവും എളുപ്പമുള്ളൊരു വലിയൊരു പരിചരണം വേണ്ടാത്തൊരു ചെടിയാണിത്. ഇതിപ്പോൾ നമ്മൾ ഒരൊറ്റ ഷൂട്ടാണ് വെച്ചിട്ടുള്ളത്. അവിടുന്ന് പറിച്ചു കൊടുത്തിട്ട് ഒരു ഷൂട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വരുന്നതാണ്. ഇത് ഞാനൊരു 3 ഷൂട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. 3 കമ്പ് നട്ടിട്ട് ഇതിങ്ങനെ ഈ കമ്പും അങ്ങനെ വലുതാക്കി നമുക്ക് നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ട് ആ കമ്പിന് ഡിസൈൻ ചെയ്തിട്ട് ഒക്കെ വീടിൻ്റെ അകത്ത് വെക്കാം കേട്ടോ. വീടിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിക്കാരം അത്. ഇത് വെയിൽ കൂടുന്നിടത്തോളം ഇതിൻ്റെ മഞ്ഞ കളർ കൂടുന്നുണ്ട്. പക്ഷെ നമ്മൾ തണലിൽ വെക്കുമ്പോൾ അടിഭാഗത്തുള്ള ഇലകളൊക്കെ മഞ്ഞായിട്ടും പച്ചയായിട്ടും മുകളിലുള്ള നല്ല മഞ്ഞ കൂടിയ ഒരു വെള്ള കളറായിട്ട് അങ്ങനെ വരുന്നതാണ്. ഇത് നമുക്ക് വീട്ടിലൊക്കെ വലിയ പരിചരണം ഇല്ലാതെ തന്നെ നമുക്ക് നട്ടു വളർത്താം. പിന്നെ ഈ പ്ലാന്റ് നമുക്ക് CC പ്ലാന്റാണ് കേട്ടോ. അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറായിട്ട് തന്നെ വെക്കാം. അത് ഇടയ്ക്ക് വെയിൽ കൊള്ളിക്കട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് നമുക്ക് സ്ഥിരമായിട്ട് തന്നെ നമുക്ക് വീടിൻ്റെ അകത്ത് വെക്കാം. തീരെ വെയിൽ ആവശ്യമില്ലാത്തൊരു ചെടിയാണിത്. നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട് അകത്ത്. പുറത്തുള്ള കാട്ടിൽ നിന്നുള്ള ഉഷാറായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാം. ഇതൊരു 10 വർഷം പഴക്കമുള്ളൊരു ചെടിയാണ് കേട്ടോ. 10 വർഷത്തിൽ കൂടുതലായി. നല്ല ഭംഗിയുണ്ട്. നമ്മളിതിൻ്റെ വീടിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മാതിരിയാണിത്. നല്ല ഉഷാറായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെടി തന്നെയാണിത്. അന്ന് ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുവോളം എല്ലാവർക്കും നമസ്കാരം.